ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സാന്ത്വനത്തിന്റെ നാളത്തെ പുതിയ വിശേഷത്തിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ദേവിയുടെ ജീവിതത്തില് വിധി പോലെ, അതായത് ദൈവാനുഗ്രഹം പോലെ ഒരു വലിയൊരു സന്തോഷം വന്നു ചേരുകയാണ് അല്ലെ. ഇത്രയും കാരണം ദേവി ഒരു കുടുംബത്തിനോട് ദേവി അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തു. പക്ഷെ ആ ദേവിയുടെ മനസ്സ്, നിഷ്കളങ്കമായ മനസ്സും ആ സ്നേഹവും ആ സത്യസന്ധമായതുകൊണ്ടാകണം ദേവിക്ക് അത്രയും നല്ലൊരു സന്തോഷം ദൈവം അറിഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു സന്തോഷമാണ് ഇനി എല്ലാവരും അറിയാൻ പോകുന്നത്. ആ വിശേഷത്തിലൂടെ ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ ദേവിയുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമാണ് സംഭവിക്കാൻ പോണത് കേട്ടോ. അപ്പൊ അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ധർമ്മന്റെ കടയുടെ ഉദ്ഘാടനം എല്ലാം അടിപൊളിയാവുകയാണ്. അപ്പം ധർമ്മന് ഒരു സംശയം, ഈ അച്യുതം വന്ന അനന്തന്റെ അടുത്തും ഇന്ദിരാമ്മയുടെ അടുത്തും ധർമ്മന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, നാളെയാണ് കടയുടെ ഉദ്ഘാടനം, നല്ല രീതിയിലുള്ള ഒരു ഷോപ്പ് തന്നെയാണ്, എന്തായാലും നല്ല സിറ്റിയുടെ നല്ലൊരു സെന്ററിൽ തന്നെയാണ് നിന്റെ കട, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീയും സുകന്യയും ഇനി അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോയാൽ മാത്രം മതി എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോഴും ധർമ്മം ചോദിക്കുന്നുണ്ട്, അല്ല അച്ചുവേട്ടാ, എന്റെ മനസ്സിൽ എന്തോ ഒരു പന്തികേട്, ഇത് എവിടെയാണ് എന്നുള്ളതൊന്നും എൻ്റെ അടുത്ത് പറയണില്ല, എന്താണ് നിങ്ങൾ എന്തൊക്കെ എന്നിൽ നിന്ന് മറയ്ക്കും പോലെ എന്നൊക്കെ അച്യുതന്റെ അടുത്ത് പറയുമ്പോ അച്യുതൻ പറയുന്ന, അതൊരു സർപ്രൈസ് അല്ലേടാ, നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങി തരണേല് നീ സന്തോഷത്തോടെ ഇരുന്നാൽ മതി, നിനക്ക് ഇതിനെ കുറിച്ച് എല്ലാ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നെ നീ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് ഇതേ സുകന്യുണ്ട്, പിന്നെന്താണ്. എന്തായാലും നിനക്ക് വേണ്ടിയിട്ട് ഞാനും ഏട്ടനും ഒന്നും ചെയ്തില്ല എന്നുള്ളൊരിത് വേണ്ട, നിന്റെയും കൂടെ അവകാശപ്പെട്ട സ്വത്താണ് ഇത്, അപ്പൊ നിനക്കായിട്ട് ഒന്നും തിരിച്ച് ഒന്നും തന്നിട്ടില്ല. അപ്പൊ നീ ഈ ഒരു ഇത് കൊണ്ട്, പ്രസ്ഥാനം കൊണ്ട് നല്ല രീതിയിൽ, അല്ലാണ്ട് എന്റെയോ ഏട്ടന്റെയോ ആ ബിസിനസ്സിൽ അതിന്റെ കീഴിൽ ഒരു തൊഴിലാളിയെ പോലെയൊന്നും നീ വർക്ക് ചെയ്യണ്ട. ഇത്രയും നാൾ ആ ബാലന്റെ കീഴിൽ നീ ഒരു പണിക്കാരനെ പോലെ പണിതല്ലേ, ഇനി സ്വന്തമായിട്ട് ഒരു സ്ഥാപനം അങ്ങോട്ട് നടത്തി നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്താനൊക്കെ അച്യുതൻ ധർമ്മനോട് പറയാണ് കേട്ടോ. എന്നിട്ട് അച്യുതനൊക്കെ പോവേണം. അപ്പോഴത്തേക്ക് അച്യുതൻ പോയതിന്റെ പുറകെ തന്നെ നമ്മുടെ സുകന്യ ചെല്ലണം, അച്ചുവേട്ട, അല്ല അച്ചുവേട്ടൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ അച്ചുവേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല, കാരണം എനിക്കും ധർമ്മേട്ടനും വേണ്ടി അച്ചുവേട്ടനും ആനന്ദേട്ടനും ചേർന്ന് ഇത്രയും നല്ലൊരു ഇത് തുടങ്ങി തന്നല്ലോ, ഒരുപാട് നന്ദിയുണ്ട്, അത് എത്ര പറഞ്ഞാലും മതിയാവില്ല അച്ചുവേട്ട എന്നൊക്കെ പറഞ്ഞു. അച്ചുവേട്ട, എനിക്ക് ആ കടയൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നെ ഒന്ന് കാണിക്കാവോ? അതെ, സുകന്യ ആയതുകൊണ്ട് ഞാനൊന്ന് കൊണ്ടുപോയി കാണിക്കാം, പക്ഷെ നീ കണ്ട സ്ഥലവും കടയെ കുറിച്ച് ഒന്നും ധർമ്മനോട് നാളെ ഉദ്ഘാടനം വരെ നീ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും പറയില്ല എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ സുകന്യ ആ കട കൊണ്ടുപോയി കാണിക്കണം. സുകന്യ കട കാണുമ്പോ അന്തളിക്കാണ്. സുകന്യയുടെ മനസ്സിൽ ഒരു ചെറിയൊരു പലചരക്ക് കട എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ ഇത്രയും നല്ലൊരു ഷോപ്പിംഗ് മാള് പോലെ എന്തൊക്കെയാ, എല്ലാ ബേക്കറി, ഇലക്ട്രിക് സാധനങ്ങള്, അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങൾ, അങ്ങനെ വേണ്ടുന്ന എല്ലാ A to Z സാധനങ്ങളോട് കൂടിയ ആ ഒരു ഷോപ്പാണ് ഈ വന്നേക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സുകന്യക്ക് ഇതൊക്കെ കണ്ടിട്ട് അച്യുതന്റെ അടുത്ത് പറയുന്നു, അച്ചുവേട്ടാ, ഇത്രയും വലിയൊരു ഷോപ്പ് ആയിരിക്കും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അച്ചുവേട്ടാ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു ഷോപ്പ് നിങ്ങൾ ചെയ്തു തന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അങ്ങ് പറയണം കേട്ടോ. അതെ, ഇത് നല്ലൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അല്ല അച്ചുവേട്ടാ, ഇത് എവിടെയാണ്? അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഗോമതി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ആ റോഡിലാണോ ഇത് പറഞ്ഞത്? ആ, മിക്കവാറും ഗോമതി സ്റ്റോറിന് ഇതൊരു അടി തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. ആ, വളരെ കറക്റ്റ്. അതെ, ആ ധർമ്മൻ ആ ബുദ്ധി ഇല്ലെങ്കിലും നിനക്ക് ആ ബുദ്ധിയെങ്കിലും തോന്നില്ലോ. ഇതിന്റെ പാതി ബുദ്ധി എന്റെ അനിയന് കിട്ടുന്നെങ്കിൽ അവൻ പണ്ടേ നന്നായി പോയനെ. ചുമ്മാതെയാണോ അവൻ ഈ ഒരുത്തന്റെ കീഴിൽ കിടന്ന് ഇങ്ങനെ ഇത്രയും നാൾ നടന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സുകന്യക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പൊ നല്ല സ്ഥലത്തും തന്നെ പിന്നെ ദേവമംഗലക്കാർക്ക് നല്ല അടി ഏറ്റണക്കുള്ള ഒരു അവസ്ഥയായി. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ നല്ലൊരു ലൊക്കേഷൻ ആണല്ലോ ഇത്. ഗോമതി സ്റ്റോറിന് ഇനി എന്തായാലും ഒരു അടി തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് വരുമ്പോ. അപ്പം അച്യുതൻ അത് മാത്രമല്ല, പല പല ഐഡിയകളും കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ രാത്രി ധർമ്മന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ, ഷോപ്പില് ആദ്യം 10% എല്ലാ കസ്റ്റമേഴ്സിനും 10% ഓഫർ, പിന്നെ അടുത്ത ആഴ്ച 5%. അപ്പൊ ധർമ്മം ചോദിക്കും, അങ്ങനെ കൊടുക്കുമ്പോ കമ്പനിക്ക് അത് നഷ്ടമല്ലേ ഏട്ടാ? എടാ, ആദ്യം കുറച്ച് ലാഭം, നമുക്ക് കസ്റ്റമേഴ്സിന് കൂടുതൽ ലാഭം കൊടുത്താലേ നമുക്ക് കച്ചവടം കൂടുതൽ കിട്ടുള്ളൂ. അത് അതിന്റെ ഒരു ട്രിക്കാണ്. നിനക്ക് ഇതൊന്നും ആ ബാലം പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അവിടെ കുറച്ച് അരിയും മുളകും ഉപ്പും അല്ലാണ്ട് അവിടെ എന്താ ഉള്ളത്? ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, A to Z സാധനങ്ങൾ. പിന്നെ ഒന്ന്
ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അങ്ങനെയൊക്കെയുള്ള പല ടെക്നിക്കുകളും ഉണ്ട്. അതൊക്കെ അറിഞ്ഞ് കണ്ടും കേട്ടും നീ വേണ്ടുന്ന പോലെ സഹായിച്ചോണം. പിന്നെ സുകന്യെ, ദേ ധർമ്മൻ ഇല്ലാത്ത സമയത്ത് കടയുടെ കാര്യങ്ങളൊക്കെ നീ എല്ലാം നന്നായിട്ട് നടത്തോണം, നോക്കി നടത്തിക്കോണമെന്ന് അച്യുതൻ പറയുന്നു കേട്ടോ. അപ്പൊ അനന്തനും വലിയ സന്തോഷമാവുകയാണ്. കാരണം അച്യുതൻ ഇത്രയും പെട്ടെന്ന് ഈ കടയൊന്നും ഇങ്ങനെ ആക്കും ധർമ്മന് വേണ്ടിയിട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഇന്ദിരാമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. കാരണം അച്യുതൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഇത്രയും വേഗം ഇത്രയും നല്ലൊരു ഷോപ്പ് ചെയ്യുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പൊ എവിടെയാണ് എന്താണ് എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പം ഇന്ദിരാമ്മയും ധർമ്മനും ഒക്കെ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എവിടെ ആയിരിക്കും എന്നുള്ളത്. അങ്ങനെ പിറ്റേ ദിവസം ഉദ്ഘാടന ദിവസമായിട്ട് എല്ലാം റെഡി ആയിട്ടൊക്കെ ഇരിക്കണം. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മുടെ സുകന്യ നമ്മുടെ ഗോമതിയെ കാണുന്നുണ്ട്. ഗോമതിയെ കണ്ടിട്ട്, നാളെ ഗോമതി ഏട്ടത്തി നമ്മുടെ കടയുടെ ഉദ്ഘാടനം. കടയോ, എന്ത് കട? അപ്പൊ പറഞ്ഞു, ധർമ്മേട്ടന് വേണ്ടിയിട്ട് അച്ചുവേട്ടനും അനന്തേട്ടനും കൂടെ ചേർന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഇട്ടിട്ടുണ്ട്, അതിന്റെ ഉദ്ഘാടനം നാളെയാണ്. എവിടെയാണ് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ, അതൊക്കെ ഉദ്ഘാടന ദിവസം സർപ്രൈസ് ആക്കി വെച്ചേക്കാണ് അച്ചുവേട്ടൻ എന്ന് പറഞ്ഞു. അപ്പൊ നാളെയാണ്, അപ്പൊ നിങ്ങളൊക്കെ വരണം, ധർമ്മേട്ടൻ വന്ന് നിങ്ങളെ വിളിക്കും കേട്ടോ, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം വേണം ഗോമതി ഏട്ടത്തി എന്ന് പറയാം. അപ്പൊ ഗോമതി പറയും, ഞങ്ങൾ അറിഞ്ഞില്ല, എന്തായാലും ധർമ്മൻ അവനെ നല്ല രീതിയിൽ തന്നെ വരട്ടെ, നിങ്ങൾ നല്ല നിലയിൽ എത്തി കാണണമെന്ന് എനിക്കും ബാലേട്ടനും ഒക്കെ ആഗ്രഹമുള്ളൂ, അതുകൊണ്ട് നന്നായി വരട്ടെ ഗോമതി എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതിയുടെ അടുത്ത് പറഞ്ഞ ശേഷം നമ്മുടെ സുകന്യ ചെന്നിട്ട് ധർമ്മന്റെ അടുത്ത് പറയുന്നുണ്ട്. ധർമ്മേട്ടൻ ചെന്നിട്ട് പിന്നെ നമ്മുടെ ബാലേട്ടനോടും അതുപോലെ ഗോമതി ഏട്ടത്തിയുടെ അടുത്തും കടയുടെ ഉദ്ഘാടനത്തെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേരെ. ഞാൻ കണ്ടപ്പോ ഞാനൊന്ന് പറഞ്ഞു, എനിക്ക് അവസരം കിട്ടിയോണ്ട് ഞാൻ പറഞ്ഞു, പക്ഷെ അതിലൊന്നും കാര്യമില്ല, എന്തായാലും ധർമ്മേട്ടൻ തന്നെ ചെന്ന് പറയണം, അവരറിയട്ടെന്നേ നമുക്കൊരു കടയൊക്കെ സ്വന്തമായിട്ട് വരാൻ പോണു എന്നുള്ളത്. ഇത്രയും നാളെ എന്റെ ധർമ്മേട്ടൻ ഒരാളുടെ കീഴിലല്ലായിരുന്നോ, ബാലേട്ടന്റെ ശമ്പളവും ഇല്ല, ഒന്നുമില്ല, ഇനിയെങ്കിലും നമുക്ക് സ്വന്തമായിട്ട്, അവര് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പണം മുടക്കി നമുക്ക് ചെയ്തു തരുന്ന അത് നല്ല രീതിയിൽ നല്ല നിലയിൽ കൊണ്ടെത്തിക്കേണ്ടത് നമ്മുടെയും കടമയാണ്, അതുകൊണ്ട് ധർമ്മേട്ടൻ ഒന്ന് ഉഷാറായിട്ട് ഇരിക്കുക എന്നൊക്കെ നമ്മുടെ സുകന്യ പറയണം. പക്ഷെ ധർമ്മന്റെ മുഖത്ത് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇത് എവിടെയാണ്, എന്താണോ, അത് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. അതിന്റെ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ ധർമ്മന് നന്നായിട്ടുണ്ട് കേട്ടോ. അത് ധർമ്മന്റെ വിശേഷം ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ പിന്നെ ദേവിയെ കണ്ടിട്ട് നമ്മുടെ മീനു വന്നല്ലോ, ആ കാര്യമൊക്കെ മിത്രയോട് പറയുന്നുണ്ട്. ദേവിയേട്ടത്തെ കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല മിത്ര, പാവം എന്ത് കരച്ചിലായിരുന്നു എന്നറിയാവോ, ഓരോരുത്തരുടെ കാര്യം എടുത്തെടുത്ത് ഇങ്ങനെ ഏങ്ങി ഏങ്ങിയ ചോദിച്ച് കരയണത്, എനിക്ക് അവിടെ ശ്വാസം മുട്ടണം അങ്ങനെയൊക്കെ പറയണത്. പക്ഷെ എന്ത് ചെയ്യാല്ലേ മീനുവേട്ടത്തി, നമ്മൾ എന്താ ചെയ്യണം, നമുക്ക് എന്തെങ്കിലും ദേവിയേട്ടത്തിക്ക് വേണ്ടി ചെയ്യണമെന്നും ഇത്രയും പറയണ, വേണം മോളെ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. പക്ഷെ ഇപ്പോ ദേവിയേട്ടത്തി ഇവിടെ നിന്ന് പോയി 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 പിന്നെ ഇവിടെ ആരും ദേവിയേട്ടത്തി, നമ്മൾ രണ്ടുപേരും അല്ലാണ്ട് ഒരാള് പോലും ദേവിയേട്ടത്തിന്റെ പേര് പോലും ഒന്നും ഉച്ചരിക്കണില്ല, എല്ലാരും മറന്ന പോലെയുള്ള ഒരു ഫീലിങ്സ് ആണ്. അങ്ങനെ ആയാൽ പറ്റില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ദേവിയേട്ടത്തി ഇവിടെ കൊണ്ടുവരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ സമയത്ത് നമ്മുടെ ദേവി പെട്ടെന്ന് തന്നെ നമ്മുടെ മീനുവിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ മീനു, നീ ഒന്ന് വരണേ മോളെ, എനിക്ക് അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് പെട്ടെന്ന് വരാനായിട്ട് വിളിക്കാണ്. അപ്പൊ എന്താ ഏതാന്നൊന്നും ദേവി പറയണില്ല. അപ്പൊ ശരി ദേവി ഏട്ടത്തി ഞാൻ വരാന്ന് മീനാക്ഷി പറഞ്ഞിട്ട് മീനാക്ഷി പെട്ടെന്ന് തന്നെ ദേവിയുടെ അടുത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു കിറ്റിൽ നിന്ന് പ്രഗ്നൻസി ടെസ്റ്റിന്റെ ഒരു ഇതെടുത്ത് ദേവി മീനാക്ഷിയെ കാണിക്കണം. അപ്പൊ അതില് പ്രഗ്നന്റ് ആണ്, പോസിറ്റീവ് ആയിട്ട് കാണിക്കുന്നത്. അപ്പം മീനാക്ഷി ഞെട്ടലോടെ ചോദിക്കും, ഇത്? അപ്പൊ പറയും, ദേവി പറയും, ഇത് എന്റെയാണ്, ഞാന് പ്രഗ്നന്റ് ആണ് മീനാക്ഷി എന്ന് പറയും. ഇത് കേൾക്കണത് മീനാക്ഷി അങ്ങ് ഞെട്ടാണ്, കാരണം ഒട്ടും പ്രതീക്ഷിക്കല. അല്ല ദേവിയേട്ടത്തി, ഇതെങ്ങനെ സംഭവിച്ചു ദേവിയേട്ടത്തിന്റെ ജീവിതത്തില്? നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും അങ്ങനെ ഒരു ജീവിതത്തിലോട്ട് പോയിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചത്? അപ്പോ ദേവി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ട സമയത്തൊക്കെ ആനന്ദ് കുറച്ച് കുടിച്ചിട്ടൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ ദേവിയോട് ആ ഒരു റിലേഷൻ ഒക്കെ ആയിരുന്നു. അപ്പൊ അത് ആനന്ദിന് സത്യം പറഞ്ഞ ഓർമ്മ പോലും ഇല്ല. അപ്പൊ അങ്ങനെ ആ ഒരു ഇതില് ആയതാണ് എന്നിങ്ങനെ ദേവി പറയണ്. മീനു അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ദേവിയുടെ മനസ്സിന് അത്രയ്ക്ക് സത്യസന്ധതയും സ്നേഹം ഉള്ളത് കൊണ്ട് ദൈവം അറിഞ്ഞു തന്നെ ദേവിക്ക് ഇങ്ങനെ ഒരു സന്തോഷം കൊടുത്തതാണ്. ദേവിയേട്ടത്തി ഇതിൽ കൂടുതൽ നല്ലൊരു അവസരം ഇനി വേറെ എന്താ ഉള്ളത്, ആനന്ദേട്ടൻ അറിയിച്ചാന്ന് ചോദിക്കും. അപ്പൊ ദേവി സങ്കടത്തോടെ പറയും, അറിയിച്ചു മോളെ എന്ന് പറഞ്ഞു. ആനന്ദേട്ടൻ ഒന്നും പറഞ്ഞില്ലേ ദേവിയേട്ടത്തി? പറഞ്ഞു, ഈ കുഞ്ഞിന്റെ തന്ത ആരാന്ന് ചോദിച്ചു, അതായത് ഇതിന്റെ അച്ഛൻ ആരാ എന്നാ എൻ്റെ അടുത്ത് ചോദിച്ചെന്ന്. അയ്യേ, അതെന്താ അങ്ങനെ ചോദിച്ചത്? കാരണം ആനന്ദേട്ടന്റെ ഓർമ്മയില് അങ്ങനെ ഒരു ബന്ധം ഇല്ലല്ലോ, അങ്ങനെ ഒരു റിലേഷൻ ഇല്ലല്ലോ. കുഞ്ഞിന്റെ ആ ഒരു അച്ഛന്റെ ആ ഒരു ഇതില് സംശയത്തോടു കൂടെയാണ് എന്നോട് അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞിട്ട് ദേവി പൊട്ടിക്കരയാണ്. മീനാക്ഷി പറഞ്ഞു, ഒട്ടും സങ്കടപ്പെടേണ്ട, ദേവിയേട്ടത്തിനെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്,
ഞങ്ങൾക്കറിയാം ദേവിയേട്ടത്തിന്. എല്ലാവരും ഇപ്പൊ ദേവിയേട്ടത്തെ അംഗീകരിച്ചില്ലെങ്കിലും ഈ ഒരു കാരണത്താൽ ഇത് ഞാൻ ദേവമംഗലത്ത് പറഞ്ഞ് ദേവിയേട്ടത്തെ ഞാൻ അവിടെ വീണ്ടും തിരിച്ചു കയറ്റും, ദേവിയേട്ടത്തേക്ക് ആ വീട്ടിൽ തന്നെ ഒരു സ്ഥാനം തരും എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ദേവിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ദേവി പാവം, കാരണം ദൈവമായിട്ട് അറിഞ്ഞു തന്ന ഒരു സന്തോഷമാണ് തന്റെ ജീവിതത്തില്. അപ്പൊ ഇനി എന്തായാലും ആ ഒരു ഗ്രിപ്പ് പിടിച്ചെങ്കിലും ദേവി ഇനി ദേവമംഗലത്തോ തിരിച്ചു കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടല്ലേ. അപ്പൊ എന്തായാലും ദേവിയുടെ ജീവിതത്തിലും ആനന്ദിന്റെ ജീവിതത്തിലും ഇനിയിപ്പോ ഒരു നല്ല ഒരു വഴിത്തിരിവാണ് വരാൻ പോണത്. പക്ഷെ ഈ കാര്യങ്ങൾ മീനാക്ഷി വന്ന് നമ്മുടെ ദേവമംഗലത്ത് പറയുമ്പോൾ ഗോമതിയും ബാലനൊക്കെ ഞെട്ടാണ്, എല്ലാരും പെട്ടെന്ന് ഷോക്കായിപ്പോവും. അപ്പോഴ് നമ്മുടെ ആനന്ദ് പറയും, അവള് ഗർഭിണിയായി കാണും, പക്ഷെ ആ കുഞ്ഞിന്റെ തന്ത ആരാന്ന് അവളുടെ അടുത്ത് ചോദിക്കുന്നു പറയും. ഇത് കേൾക്കണത് ബാലൻ ആ കാര്യത്തിലൊന്നും ദേവി മോളെ വിട്ടുകൊടുക്കില്ല. ബാലൻ ഒരൊറ്റ അടി ആനന്ദിന്റെ മൂത്തിട്ടവൻ കൊടുക്കുകയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പെണ്ണിന്റെ ഒരു ചാരിതാർത്ഥ്യം അല്ലെങ്കിൽ അതിന്റെ ആ രീതിയിലൊന്നും സംശയിച്ച് ദേവിയെ സംശയിക്കുന്നത് ബാലനും ഗോമതിയൊന്നും അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമില്ല. ആനന്ദ് ഞെട്ടിപ്പോവാണ് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചില്ല. കാരണം ആനന്ദിന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് ആനന്ദ് അങ്ങനെ ചോദിക്കുന്നത്. ആ ഒരു കാര്യത്തിലും ദേവിയെ സംശയിച്ച് ചോദിച്ചപ്പോ അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. അപ്പൊ ആ ഒരു കാര്യത്തിൽ എന്തായാലും ബാലനും ഗോമതിയൊക്കെ ഇനിയിപ്പോ ഈ ഒരു കാര്യത്തിലോ എല്ലാം ക്ഷമിച്ച് നമ്മുടെ ദേവിയെ ഇനി ചിലപ്പോ തിരിച്ച് സ്വീകരിക്കുമായിരിക്കും. പക്ഷെ ആനന്ദിന്റെ ജീവിതത്തിലെ ദേവി ഇനിയിപ്പോ എങ്ങനെയാണ് എന്താണ് എന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ദേവിയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സർപ്രൈസ് ആണ് ദൈവം കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പുതിയ ഇനി വരുന്ന വിശേഷങ്ങളിലേക്ക് കാത്തു തന്നെ ഇരിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.